ഈ ഒരു പ്രൈസിന് ഈ ഒരു വാഹനം കിട്ടൂല. അതാണ് ഈ വാഹനം എന്നല്ല, ഇത്രയും നല്ലൊരു ഫെസിലിറ്റീസിൽ ഒരു വണ്ടി കിട്ടൂല. അതായത് നമുക്ക് ചെറിയൊരു പ്രൈസിൽ നല്ലൊരു ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് എവിടെയും കിട്ടൂല. എവിടെ അന്വേഷിച്ചോട്ടെ, അത്രയും നമുക്ക് പൊട്ടിച്ച പ്രൈസ് ആണ്. നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2.5 ലക്ഷം രൂപക്ക് അല്ലെ? ഡീസൽ വണ്ടിയാണ്. 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അത് ഒറിജിനൽ കേരള ഡീസൽ ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓൺഷിപ്പ് ആണ്. അപ്പൊ 50 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വലിയ ഡീസൽ 7 സീറ്റർ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഏകദേശം ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കും. 20,000 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. 60,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഡിയർ ഫ്രണ്ട്സ്, അത് നമ്മളെ മഴക്കാലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മഴയിലാണ് നല്ല ഗംഭീര മഴകളൊക്കെ ഇടയിലൊരു വളർച്ചയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെറുവാഹനങ്ങളുടെ നല്ലൊരു കളക്ഷൻസ്, അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള വാഹനങ്ങൾ 7 സീറ്റർ ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു മഴക്കാല ഓഫർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ചെറിയ ബഡ്ജറ്റിലും അത്യാവശ്യം മാക്സിമം ട്രാക്ക് വേണ്ടി ഒരു 19 രൂപ മുടക്കിലൊക്കെ ഒത്തിരി വാഹനങ്ങൾ നമ്മുടെ ട്വിൻസ് ഡ്രൈവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ കൂടുതൽ നസീമാണ് നമ്മുടെ വീഡിയോയിലേക്ക് ഇപ്പോൾ രണ്ടാളുള്ളതുകൊണ്ട് ട്വിൻസ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അക്ഷരത്തിനെ മാറ്റുള്ളൂ. നസി എന്ന് പറയും. അപ്പൊ എന്താ വെച്ചാല് ആരാണെന്ന് രണ്ടാളെ പേരായും ചെയ്ത് അതാണ് തന്ത്രപരമായ നീക്കങ്ങളാണ്. അപ്പോൾ നമ്മളെ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്വിൻസ് ഡ്രൈവിന്റെ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയില് വണ്ടൂര് ചെറുകോട് 28. അപ്പൊ ഈ കാണുന്നതാണ് നമ്മള് ഊട്ടി റോഡ്. പെരിന്തൽമണ്ണ നമ്മള് ഊട്ടി റോഡ് എന്ന് പറയുന്ന ഈ റോഡാണ്. അത് നമുക്ക് പെരിന്തൽമണ്ണ, അതായത് പാണ്ടിക്കാടിന്റെയും വണ്ടൂരിന്റെ ഇടയിലായിട്ട്, വണ്ടൂർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെറുകോടാണ് നമ്മളെ ഷോറൂം. അപ്പൊ അത്യാവശ്യം നമുക്ക് നല്ല ഓഫ് റേറ്റിലൊക്കെ നല്ല വാഹനങ്ങളുണ്ട്. 7 സീറ്ററുകളൊക്കെ ഉണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. ഫസ്റ്റ് തന്നെ നമുക്ക് ടയോട്ട ആകുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അല്ലേ? നമുക്ക് ടയോട്ട തന്നെ തുടങ്ങാം അല്ലെ? വീഡിയോയിൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഡീസൽ അല്ലേ വണ്ടി വരുന്നത്? ഡീസൽ വണ്ടി. ഏകദേശം മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഏകദേശം 20 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടും. ന്യൂ ഷേപ്പ് ആണ് വരുന്നത്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. പക്ക എക്സി അല്ലെ വണ്ടി? പക്ക എക്സി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡല് ജെ ഓപ്ഷൻ ആണ് വണ്ടി. 1,40,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. അപ്പൊ ഇന്ത്യയിലൊക്കെ നല്ല സ്പേസസ് ആണ്, നല്ല കംഫർട്ട് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്റ്റീരിയർ ഇന്ത്യയിലൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 6.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു ആദ്യകാലം നമ്മള് മാരുതിയിലൊരു കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സെഗ്മെന്റ് ആണ് റിഡ്സ്. കാരണം നമുക്ക് കംപ്ലൈന്റ് ഇല്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം അത്യാവശ്യം മൈലേജും കിട്ടും, നല്ല യാത്രാ കംഫർട്ട് ഉള്ള ഒരു വാഹനമാണ്. ഡീസൽ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2014 മോഡലാണ്. വീഡിയോ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. 1,20,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് വണ്ടി. ഇത് നമ്മള് ചോദിക്കുന്ന റേറ്റ് 3.4. ഇത് നമുക്ക് നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം സിവിലുള്ള ആൾക്കാർക്ക് നമുക്കൊരു 20,000 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. 3.20 ആണ് ചോദിക്കുന്നത്. 18-20 മൈലേജ് കിട്ടും. പിന്നെ ഈ ഒരു കളർ അതിൽ അത്യാവശ്യം നമുക്ക് ഡിമാൻഡ് ഉണ്ട്. ന്യൂ ഫേസ് ആണ് വരുന്നത്. അപ്പോൾ മൈലേജും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇതാവണോ ഡെയിലി യൂസിന് നല്ല കംഫർട്ടിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടി. 20 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കുകയും ചെയ്യാം അല്ലെ? അടുത്ത നമുക്കൊരു സിറ്റിയാണ്. സിറ്റി സാധാരണ ഇവിടെ സിറ്റി എന്ന് പറഞ്ഞാൽ 1, 2 അല്ല 3-4 സിറ്റികൾ ഉണ്ടാവാറുണ്ട്. ഇത് നമുക്കൊരു കോഫി അല്ലെ, സോറി ഒരു സ്പെഷ്യൽ കളറാണ്. ഇതിൽ അത്യാവശ്യം നമുക്ക് നല്ല ഒരു സിറ്റിയിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു കളറാണ് ഈ ഒരു കളർ. അതും 3rd ജനറേഷൻ ആണ്. നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. കേരള വണ്ടിയാണത്. ഒറിജിനൽ കേരള വണ്ടിയാണ് വിത്ത് ഫാൻസി നമ്പർ. 4499 ഒക്കെയാണ് വണ്ടി നമ്പർ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2015 മോഡലാണ്. ബി ഓപ്ഷനിലാണ് വണ്ടി വരുന്നത്. ഡീസലിലാണ് വണ്ടി. 24 വരെയൊക്കെ മൈലേജ് കിട്ടും. നമ്മൾ 5,90,000 ആണ് ചോദിക്കുന്നത്. നമുക്ക് റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി നമുക്ക് ഏകദേശം ഒരു 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? അടുത്ത നമുക്കൊരു 7 സീറ്റർ ആണ്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് SUV. നിങ്ങളൊരു സ്വന്തം അതേപോലെ സിറ്റിയിലെ കൂടുതലുണ്ട്. അപ്പൊ ഇതൊരു അടിപൊളി കളറാണ്. മുന്തിരി കളറിൽ വരുന്ന ഒരു കിഡ്ല ഐറ്റം. 7 സീറ്റർ ആണ്. ഡീസൽ ആണ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2014 മോഡലാണ്. സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി വരുന്നത്. 1,10,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. നമുക്കൊരു 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. 50,000 രൂപക്ക് നമുക്ക് ഇത്രയും വലിയൊരു വാഹനം കൊണ്ടുപോകാം. 7 സീറ്റർ ആണ്. അത് നമുക്ക് 15 മോഡൽ അല്ലേ? 2014-15 രജിസ്ട്രേഷൻ. 15 രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വലിയ ഡീസൽ 7 സീറ്റർ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷന്. അപ്പൊ അതാണ് അടുത്ത് വീണ്ടും നമുക്കൊരു 7 സീറ്റർ ആയിക്കോട്ടെ അല്ലെ? 7 സീറ്റർ വീണ്ടും ഒരു SUV തന്നെയാണ്. ഇത് വൈറ്റ് ഫിനിഷിംഗ് ആണ്. നേരത്തെ നമുക്ക് മുന്തിരി കളറായിരുന്നു. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2012 മോഡൽ.
12 മോഡൽ W8 ആണ് വരുന്നത്. W8 ഫുൾ ഓപ്ഷൻ വണ്ടി. അതായത് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്, വൈറ്റ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ വരുന്നത് 92,000 കിലോമീറ്റർ ആണ് വരുന്നത്. ഇത് നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഇത് നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപക്ക് ചെറിയൊരു എന്തൊക്കെ ഒരു വാഗണർ വാങ്ങുന്ന ഒരു പ്രൈസ് നമുക്ക് ഡീസൽ കുറച്ച് കൊടുക്കാം. വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് വീണ്ടും കുറക്കാം. മാക്സിമം നമുക്ക് ലോണൊക്കെ എത്ര വരെ? ഇത് നമുക്ക് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അപ്പൊ നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. കൂടെ തന്നെ നമുക്ക് 5 രൂപ ചോദിക്കുന്നത് അത് നമുക്ക് കുറച്ച് കൊടുക്കാം. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം അല്ല. അടുത്ത നമുക്കൊരു മാരുതിന്റെ ഒരു 7 സീറ്റർ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അത് നമുക്ക് നല്ല കിടിലൻ വണ്ടിയാണ്. വൈറ്റ് ഫിനിഷിംഗിൽ VVT പെട്രോളില് ന്യൂ ഷേപ്പ് വരുന്ന വടകര രജിസ്ട്രേഷൻ വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2017 മോഡലാണ്. VXI ഓപ്ഷനിൽ വരുന്നതാണ്. VXI ഓപ്ഷൻ 75,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്. 75,000 ഇന്ത്യയിലൊക്കെ നോക്കി നമുക്കൊരു പുതിയൊരു വാഹനത്തിന്റെ ഫീല്, സെൻട്രലൈസ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം വരുന്നത് ചെയ്ത വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമ്മൾ 7,15,000 ആണ് ചോദിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതൊരു ഫൈനൽ പ്രൈസ് അല്ല. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 60,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു പ്രീമിയം ലെവലിൽ വന്നിരുന്ന ഒരു വാഹനമാണ് നമ്മുടെ എലൻഡ്ര. കാരണം നമുക്ക് ഒരു സെമി പ്രീമിയം സെഗ്മെന്റ് ഇത് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിലാണ് കൊണ്ടുപോകാം. ഇത് നമുക്ക് മാക്സിമം ഓഫറിൽ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ്. ഡീസലാണ് ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ അതാണ് ഹൈലൈറ്റ്. ഈ ഒരു പ്രൈസിന് ഈ ഒരു വാഹനം കിട്ടൂല. അതാണ് ഈ വാഹനം എന്നല്ല, ഇത്രയും നല്ലൊരു ഫെസിലിറ്റീസിൽ ഒരു വണ്ടി കിട്ടൂല. അതായത് നമുക്ക് ചെറിയൊരു പ്രൈസിന് നല്ലൊരു ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് എവിടെയും കിട്ടൂല. അത്രയും നമുക്ക് പൊട്ടിച്ച പ്രൈസ് ആണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 330 ഡീസൽ അൾട്ടോന്റെ വിലക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഇത്ര ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം അല്ല. അത് നമുക്കൊരു ഫ്ലൂയിഡിക് i20 ആണ്. കാരണം നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും നല്ല മൈലേജും നല്ല കംഫർട്ടും ഒക്കെ ഉള്ള ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 മോഡല് i20 ആസ്റ്റ വണ്ടിയാണ്. 1,20,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2.5 ലക്ഷം രൂപക്ക് അല്ലെ? ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജും ഉള്ള ഒരു വണ്ടിയാണ്. നമുക്ക് 2.5 ലക്ഷം രൂപ ലോണ് സൗകര്യം ഉണ്ടാവും നമുക്ക്. ഇത് നമുക്ക് ശ്രീറാം ലോൺ ചെയ്ത് കൊടുക്കാം. ലോണ് ഇത് നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് തന്നാല് നേരെ അതിനൊരു അപ്ഗ്രേഡ് ചെയ്യുന്ന മോഡലാണ് നമ്മളെ എലൈറ്റ്. അതും നമുക്ക് ഒരു ഗ്രേ ഫിനിഷിംഗിൽ അടിപൊളി വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2015 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. അത്യാവശ്യം നമുക്ക് 18-20 മൈലേജും കിട്ടും. അതേപോലെ തന്നെ നല്ല ഫീച്ചേഴ്സും ഉണ്ട്. അതായത് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, റിയറിൽ AC വെന്റ്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC സ്റ്റിയറിംഗില് ക്രൂസ് കൺട്രോൾ, കോൾ കൺട്രോൾസ്, അങ്ങനെ ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഈ ഒരു സെഗ്മെന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ട് അതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഡീസൽ 2018 മൈലേജ് കിട്ടൂല. നല്ല മൈലേജ് വണ്ടിയാണ്. ഇത് നമുക്ക് 4,95,000 രൂപ കൊടുക്കും. 4,95 ബെസ്റ്റ് പ്രൈസ് ആണ്. എത്ര രൂപയാണെങ്കിൽ ഇത് നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഇനി അപ്പൊ നമുക്ക് അത് കഴിഞ്ഞ് തവണ കുറച്ചുകൂടി നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നേരത്തെ എലൻഡർ നമ്മൾ പരിചയപ്പെട്ടു. നേരെ അതിന്റെ വെർണ വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഡീസൽ അല്ല വണ്ടിയായിരുന്നു? ഡീസൽ വണ്ടി 2015 മോഡൽ വണ്ടിയാണ്. 15 മോഡൽ ഡീസൽ വണ്ടി. ഓക്കെ. ഏറ്റവും ടോപ്പ് ലോഡ് ആണ് വണ്ടിയായിരുന്നു ഈ വണ്ടി. 1.6 വരുന്ന വണ്ടി. 1.6 ക്രെറ്റൊക്കെ വന്നിരുന്ന എഞ്ചിന് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അതായത് നമുക്ക് ക്രെറ്റൊക്കെ 1.6 വന്നിരുന്നത്. ആ ഒരു പെർഫോമൻസിൽ സെഡാൻ ടൈപ്പിൽ പോലെ ഇറക്കിയ വാഹനമാണ്. നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും നല്ല പെർഫോമൻസും മൈലേജും കിട്ടുന്ന ഒരു വണ്ടി. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓണർ 85,000 കിലോമീറ്റർ നമുക്ക് വാറന്റി കൊടുക്കാം. 85,000 സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഈ വണ്ടി നമുക്ക് 5,4 ചോദിക്കണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു 20,000 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കി കൊടുക്കും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇനി നമ്മൾ SUV നോക്കുന്നവർക്ക് നല്ല വീണ്ടും നമുക്ക് മാരുതിന്റെ ഒരു വാഹനം. അതും ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി 2019 മോഡൽ. 19 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഒറിജിനൽ കേരള ബ്രസ് അല്ല? ഏറ്റവും ഫുൾ ഓപ്ഷൻ ZD. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഹൈലൈറ്റ് ആണ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഏകദേശം ഒരു 18-20 മൈലേജും കിട്ടും.
അതും നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ, സിംഗിൾ ഓണർ വണ്ടി. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ 8.4 ചോദിക്കുന്നത്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 8.4 അല്ലേ, ചെറിയൊരു പൈസ നമുക്ക് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അത് ഒറിജിനൽ കേരള ഡീസൽ ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലേ. അടുത്ത നമുക്കൊരു ബലേനയാണ്. ബലേന ഏറ്റവും ടോപ്പ് ലോഡ് ആണോ വരുന്നത്? ഇത് ആൽഫ 2016 അന്നത്തെ ഏറ്റവും ടോപ്പിലുണ്ട്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനമാണ്. മോഡൽ അത്യാവശ്യം നമുക്ക് മോഡലും ഉണ്ട്, ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ. പുഷ്പണ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പ്രൊജക്ടർ ലാംസ് വരുന്നുണ്ട്, പുതിയത് ചെയ്തതാണ് അല്ലെ. ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 82,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നുമില്ല, ഫുൾ ക്വാളിറ്റി ഗ്യാരണ്ടി വണ്ടിയാണ്. നമുക്ക് 5 രൂപയ്ക്ക് 5 രൂപ ചോദിക്കണ്ട, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മാക്സിമം ട്രാക്കിന്റെ ഒരു 10-40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. ഇത് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഇപ്പൊ നമുക്കൊരു 80% നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ 100% വണ്ടിയിൽ 80% നമുക്ക് എന്ത് ചെയ്യാം, ലോൺ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത നമുക്ക് ക്രിസ്റ്റ ആണ്, G4 ആണ്. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണ്? ഇത് ഓട്ടോമാറ്റിക് G2.8 വരുന്നുണ്ട്. 2.8. അപ്പൊ സാധാരണ നമുക്ക് അറിയാം എഞ്ചിനില് 2.8 ആണ് ഒന്നുകൂടി നമുക്ക് ബെസ്റ്റ് വണ്ടി എന്ന് പറയുന്നത്. കാരണം നമുക്ക് പിന്നെ ഒന്നുകൂടി പെർഫോമൻസ് ബേസ്ഡും ലാഗിങ് കുറവും എല്ലാം വരുന്ന ഒരു എഞ്ചിൻ കൂടിയാണ്. 2.8 എന്നാൽ ആളുകൾ അന്വേഷിച്ച് നടക്കുന്നതാണ്. G4 ഓട്ടോമാറ്റിക്കല് ഒറിജിനൽ കേരളാണ് വണ്ടി. ഒറിജിനൽ കേരളല്ല, ഇത് നമുക്ക് NOC-ല് നമുക്ക് 15 രൂപക്ക് 2019 മോഡൽ G4 ഓട്ടോമാറ്റിക്. NOC-ല് 15 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. NOC എടുത്ത് കൊടുക്കാം, ചെയ്യാം. അപ്പൊ നേരെ നമ്മളെ ഏത് രജിസ്ട്രേഷൻ ആ രജിസ്ട്രേഷനിൽ നമുക്ക് വണ്ടി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണല്ലോ. അപ്പൊ അടുത്ത് വീണ്ടും നമുക്ക് മൈലേജും ഫീച്ചേഴ്സും ഒക്കെ ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മളെ WRV അല്ലെ. നമുക്ക് സിറ്റിയിലൊക്കെ വരുന്ന പോലെ തന്നെ ഈ ഒരു കളർ പ്രത്യേക അട്രാക്ഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 മോഡലാണ് വണ്ടി. ഇത് നമുക്ക് നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. ഇത് ഡീസൽ വണ്ടി, WRV 1.5 വരുന്ന വണ്ടി. എസ് ആണ് ഓപ്ഷൻ. സോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരു 22-23 മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം സ്പെഷ്യൽ എഡിഷൻ ആണ് അല്ലെ, എലൈവ് എഡിഷൻ ആണ് വരുന്നത്. നമുക്ക് സൺറൂഫ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് സ്കേറ്റിംഗും എല്ലാം നമുക്ക് കമ്പനി ഇൻബിൽറ്റ് തന്നെ വരുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 6.4 ചോദിക്കുന്നത്, നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത നമുക്ക് വീണ്ടും ഒരു സിറ്റിയാണ്. സിറ്റി നമ്മൾ പറഞ്ഞു ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് നമുക്ക് 4th ജെന്നിൽ സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VX ആണ്. ഇത് നമുക്ക് 6.5 ലക്ഷം രൂപക്ക് ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള. നമുക്ക് ഡീസല് നല്ല ഫാൻസി നമ്പർ എല്ലാം വരുന്ന വണ്ടിയാണ്. അപ്പൊ അത് പറഞ്ഞാല് മൈലേജ് ഒക്കെ നോക്കിയിട്ട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി നോക്കുന്നവർക്ക് ഒറിജിനൽ കേരള വണ്ടിയില്ല. കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? ഇത് കിലോമീറ്റർ വരുന്നത് 1,25,000 കിലോമീറ്റർ. ഫുള്ള് സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി പക്കയായിരിക്കും. നമുക്ക് നോക്കണ്ട, നമുക്ക് ഹോണ്ട പോലെ ടൊയോട്ടയെ പോലെ തന്നെയാണ്. ചോദിക്കുന്ന പൈസ 6 ഇത് നമുക്ക് 6.5 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ. അതിൽ മാക്സിമം ഒരു 19 മാക്സിമം നമുക്ക് 50-60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് വീണ്ടും നമ്മള് SUV 500 തന്നെയാണ്. 500 മൂന്നാമത്തെ കളർ ഇല്ല? അതെ. 4-5 ഉണ്ടല്ലേ, റെഡും ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. ഒരു 2 വണ്ടി നമ്മുടെ സർവീസിലുണ്ട്. ഒരു 6 വണ്ടി ഇവിടെ സ്റ്റോക്ക്, 6 വണ്ടി ഉണ്ട് അല്ലേ. അപ്പൊ അത് വീണ്ടും ഒരു 7 സീറ്റർ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 മോഡലാണ്. W8 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. നമ്മള് 5.5 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം. 5.5 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. ഇതിന് നമുക്കൊരു 4.75-5 ലക്ഷം രൂപ ലോൺ കിട്ടും. അപ്പൊ ചെറിയ 10-20 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം, സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും അട്രാക്ഷൻ. അപ്പൊ ചെറിയൊരു പ്രൈസിന് നമുക്കൊരു 7 സീറ്റർ ഡീസൽ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. മാക്സിമം ട്രാക്ക് മാക്സിമം ലോണും കിട്ടും. അടുത്ത് വീണ്ടും നമുക്കൊരു 7 സീറ്റർ തന്നെയാണ്. ഹോണ്ടയുടെ BRV ആണ്. 7 സീറ്റർ വണ്ടിയാണ്. അത് നമുക്ക് പിന്നെ അത്യാവശ്യം നമുക്ക് ലോ മെയിൻ്റെനൻസ് ഉള്ള വണ്ടി തന്നെ പറയാം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 മോഡല് 17 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. 7 സീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് കമ്പനി സർവീസിലെ വണ്ടിയാണ്. 92,000 കിലോമീറ്റർ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപക്ക് ഫുൾ ലോൺ.
ഫുൾ ലോണ് 7 സീറ്റർ വണ്ടിയാണ്, ഫുൾ ലോണിൽ കേട്ടോ. ഇനി ഒരു മാരുതി സുസുക്കി സിയാസ് ആണ്. അത്യാവശ്യം നമുക്ക് മൈലേജും ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന മാരുതിയുടെ ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു സെഡാൻ ടൈപ്പ് വാഹനമാണ്, ഡീസലാണ്. കാരണം നമുക്ക് നെക്സ വേ ആണ് ഈ ഒരു വാഹനം വന്നിരുന്നില്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് ZD+ ഹൈബ്രിഡ് വണ്ടിയാണ്, 2017 മോഡൽ. അപ്പൊ മൈലേജ് ഉണ്ട്, ഹൈബ്രിഡ് ആയതുകൊണ്ട്. അതെ അതെ അതെ, മൈലേജ് ഉണ്ട്. സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി. 95,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഇത് നമ്മള് 5,90,000 രൂപയാണ് ചോദിക്കുന്നത്. 5,90,000. നമുക്ക് അതിൽ ചെറിയ വേരിയേഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. ആളുകൾ വന്ന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം ഒരു 10-40 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും നമുക്കൊരു SUV 500 തന്നെയാണ്. 4ാമത്തെ കളർ നമ്മള് മുന്തിരി കളർ വന്നു, സിൽവർ വന്നു, വൈറ്റ് വന്നു, ഇനി റെഡ് ഇല്ല. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2014 മോഡലാണ്. W8 ഫുൾ ഓപ്ഷൻ വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. ഓക്കെ. നമ്മള് 5,95,000 രൂപക്ക് 5,95 നമുക്ക് ചെയ്യാം. മാക്സിമം ലോണും ചെയ്യാം. അപ്പൊ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പോവാം. അതും 7 സീറ്ററിൽ ഡീസലാണ് വണ്ടി വരുന്നത്, അതും ഏറ്റവും ടോപ്പ് ലോഡ് കേട്ടോ. വീണ്ടും ഒരു ബ്രസ്സാണ്. നേരത്തെ നമ്മളൊരു ഓട്ടോമാറ്റിക് ആയിരുന്നു, ഇത് ഓട്ടോമാറ്റിക് ആണോ? അല്ല, ഇത് മാനുവലാണ്. ഡീസൽ തന്നെയാണ് വണ്ടി വരുന്നത്. 2018 മോഡൽ. 18 മോഡല് നമുക്ക് ഡീസൽ വണ്ടി തന്നെയാണ്. മാനുവൽ ആയതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും. റെഡ് ഫിനിഷിംഗും ആണ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 1,40,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, എല്ലാ വണ്ടിക്കും ഉണ്ട് കേട്ടോ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്കിത്? നമുക്ക് 7,00,000 രൂപയാണ് ചോദിക്കണേ. നമുക്ക് റേറ്റ് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 60 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം, സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഫ്രണ്ട്സ്, നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ട്വിൻസ് ഡ്രൈവറിന് നമ്മൾ സ്വന്തം ചെങ്കാളാണ്. കാരണം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം. നമുക്ക് ഇടയ്ക്ക് നസീം ഉണ്ടാവും, അല്ലെങ്കിൽ എടുത്ത് നസീം ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ടാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യം നല്ല 7 സീറ്ററുകളൊക്കെ ചെറിയ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയിലാണ് ഇവർ വാഹനങ്ങൾ. അത്രയും ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ ഇവരെന്നെ നേരിട്ട് പർച്ചേസ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. സോ അത്രയും നമുക്ക് ട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ചെറുകോട് 28 ഊട്ടി റോഡിലാണ്. മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ ഇവരെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഇൻസ്റ്റാവ് നമ്മളെ പേജും ഓട്ടോടെക്ക് 2 പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഡെയിലി അപ്ഡേഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുമെങ്കിൽ മഴക്കാലത്ത് വലിയ വാഹനങ്ങൾ ചെറിയ പ്രൈസിന് അല്ലേ, അതാണ് നമ്മൾ ഹൈലൈറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വീണ്ടും കാണാം. റിയാസ് നസീം സൈനിങ് ഓഫ്.